സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു സങ്കടം പറയാനാണ്. ഇപ്പോൾ ആമസോൺ പോലുള്ള സൈറ്റുകളൊക്കെ നമ്മൾ സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നത് തികച്ചും നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനം തന്നെ വരും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട്. അത് ഒറിജിനൽസ് തന്നെ കിട്ടും എന്നുള്ളത്. ഒരു ബെഡ് ലാമ്പ് ഓർഡർ ചെയ്താണ് സുഹൃത്തുക്കളെ. വന്നത് കണ്ടോ നിങ്ങൾ? വന്നത് ഇതാ, ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ഇതാ വന്ന പ്രൊഡക്റ്റാണ്. ഒരു ബെഡ് ലാമ്പ് ആമസോണിൽ ഓർഡർ ചെയ്തപ്പോൾ വന്നത് ഒരു ഇലക്ട്രിക് കെറ്റിലാണ്. അതും നിലവാരം കുറഞ്ഞത്. വല്ല ബ്രാൻഡൊക്കെ ആണെങ്കിൽ ഞാൻ തിരിച്ചയക്കില്ലായിരുന്നു. ഇനിയിപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ, ബെഡ് ലാമ്പ് വേറെ ബുക്ക് ചെയ്യാമെന്ന് വിചാരിക്കാം. നിലവാരം കുറഞ്ഞത്, അതും ഒരു ബ്രാൻഡിൻ്റെ പേര് പോലും ഇല്ല, നമ്മൾ കേട്ടുകേൾവില്ലാത്ത ഏതോ ഒരു ബ്രാൻഡാണ്. ഇതിൻ്റെ മേലെ ഒന്നുമില്ല, ഒരു ഇലക്ട്രിക് കെറ്റിൽ. അപ്പോൾ ഇങ്ങനൊരു സങ്കടകരമായ ഒരു അവസ്ഥ പറയാനാണ് ഞാൻ ഇത് നിങ്ങളെ കാണിക്കുന്നത്. ഇതിപ്പോൾ ബെഡ് ലാമ്പ് ആയതുകൊണ്ട് നമ്മൾ അത്യാവശ്യമുള്ള വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ ഞാനിത് തിരിച്ചയച്ച് വേറെ ഒരു പ്രൊഡക്റ്റ് വരണമെങ്കിൽ അത്രയും വെയിറ്റ് ചെയ്ത്, അപ്പോൾ നമ്മൾ എന്താ പറയുക വെച്ചാൽ കസ്റ്റമർ എന്ന നിലയ്ക്ക് നമുക്ക് കുറച്ച് റൈറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് വരെ തീരെ ചൂഷണം ചെയ്യുന്ന രൂപത്തിലാണ് ഇത്ര ഒരു വലിയൊരു സ്ഥാപനമായിട്ടുള്ള ആമസോണിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള നടപടി. അപ്പോൾ ഇത് തികച്ചും പ്രതിഷേധാർഹമാണ്. അപ്പോൾ അതിന് എന്താ നടപടി സ്വീകരിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ആലോചിക്കുന്നുണ്ട്. പ്രൊഡക്റ്റ് മടക്കി അയച്ചാൽ നമുക്ക് പൈസ റീഫണ്ട് ചെയ്യും, പക്ഷെ അതിൻ്റെ കാര്യമല്ല, നമ്മളെ സമയവും അതുപോലെ തന്നെ നമ്മളെ ചില റൈറ്റ്സുകളുമാണ് ഇവിടെ ചൂഷണം ചെയ്യപ്പെടുന്നത്.